ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 1 നമ്മൾ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട 12 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സോഷ്യോളജിയുടെ റൂറൽ ആൻഡ് അർബൺ സോഷ്യോളജിയുടെ സബ്ജക്റ്റ് മാറ്ററാണ്. എന്താണ് റൂറൽ ആൻഡ് അർബൺ സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് മാറ്റർ? സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് മാറ്റർ പറഞ്ഞാൽ ഈ റൂറൽ സോഷ്യോളജിയിലും അർബൺ സോഷ്യോളജിയിലും എന്താണ് പഠിക്കുന്നത്, അതാണ് അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ റൂറൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ പഠന മേഖലയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു. ഫസ്റ്റ് നമുക്ക് നോക്കാം. റൂറൽ സോഷ്യോളജിയിൽ മെയിനായിട്ട് വരുന്നത് ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ്. അത് ഗ്രാമീണ മേഖല എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് വരിക? റൂറൽ സോഷ്യോളജി ഇതിൽ മെയിനായിട്ട് വരിക വില്ലേജസിനെ കുറിച്ചുള്ള പഠനമാണ്. വില്ലേജസ്, പിന്നെ അതുപോലെ വില്ലേജസ് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ സോഷ്യൽ ലൈഫ് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഗ്രാമത്തിലെ ആളുകളുടെ ജീവിതം എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. പിന്നെ റൂറൽ സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹ്യ ഘടന, ഗ്രാമീണ സാമൂഹ്യ ഘടനകൾ എന്തൊക്കെയാണ്, ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെയാണ്, ഹൈറാർക്കി, ഇപ്പോൾ ഏറ്റവും ഉയർന്ന വിഭാഗം ആരാണ്, താഴ്ന്ന വിഭാഗം ആരാണ്, ഭരണം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ പ്രോബ്ലംസ്, ഗ്രാമീണ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് റൂറൽ സോഷ്യോളജി പഠിക്കും. പിന്നെ സൊല്യൂഷൻസ്, ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൂറൽ സോഷ്യോളജിയിൽ പഠിക്കും. പിന്നെ എക്കണോമിക് സെക്ടർ അല്ലെങ്കിൽ എക്കണോമി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ്. ഗ്രാമത്തിലെ സമ്പദ് വ്യവസ്ഥ അഗ്രികൾച്ചറൽ സെക്ടറാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തിൽ പഠിക്കും? റൂറൽ സോഷ്യോളജിയിൽ പഠിക്കും. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അർബൺ സോഷ്യോളജിയുടെ സബ്ജക്റ്റ് മാറ്ററാണ്. അർബൺ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നഗരത്തെക്കുറിച്ച് പഠിക്കുന്ന സോഷ്യോളജിയാണെന്ത്? അർബൺ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നഗരവുമായി ബന്ധപ്പെട്ട സോഷ്യോളജി, അർബൺ സോഷ്യോളജിയിൽ എന്താ പഠിക്കുക? അർബൺ ഏരിയയെക്കുറിച്ച് പഠിക്കും. അർബൺ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, പിന്നെ അർബൺ ഏരിയയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, നഗരത്തിൽ കുറേ ആൾക്കാരുണ്ടാവും, കുറേ അടിസ്ഥാന സൗകര്യങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അർബൺ സോഷ്യൽ ലൈഫ്, ആൾക്കാരുടെ ജീവിതം, നഗരത്തിലെ ആൾക്കാരെ ജീവിതം എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ അർബൺ സോഷ്യോളജിയിൽ പഠിക്കും. പിന്നെ സോഷ്യൽ ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കും. നഗരത്തിലെ ആൾക്കാരെങ്ങനെയാണ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത്, ആശയവിനിമയം നടത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ്, നഗരത്തിലെ ആളുകളുടെ റിലേഷൻഷിപ്പ് എന്തിൻ്റെ ബേസിലാണ്, എങ്ങനെയൊക്കെയാണ് ആളുകളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കും. പിന്നെ അർബൺ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് നഗരത്തിൽ മാത്രമുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കും. പിന്നെ അതിൻ്റെ സൊല്യൂഷൻസ്, നഗരത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ്. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അർബൺ എക്കണോമി ഇൻഡസ്ട്രിയൽ എക്കണോമിയാണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് എക്കണോമിയാണ്. ഇതിനെക്കുറിച്ച് പഠിക്കും. ഇതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്തു. ഇനി ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എങ്ങനെയാണ് ഗ്രാമങ്ങളും നഗരങ്ങളും വേർതിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ പ്രൈമറി റാഷണൽ ഫോർ ക്ലാസിഫൈങ് സോഷ്യോളജി ഇൻടു ഡിസ്റ്റിങ്ക്റ്റ് റൂറൽ ആൻഡ് അർബൻ ബ്രാഞ്ചസ്. അതായത് ഗ്രാമവും നഗരവും രണ്ടായിട്ട് വേർതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നമുക്ക് നോക്കാവുന്നത് ഇപ്പോൾ
റൂറൽ, അർബൺ. ഫസ്റ്റ് നമുക്ക് പോപ്പുലേഷൻ എടുക്കാം. പോപ്പുലേഷൻ റൂറൽ ഏരിയ എന്തേക്കാരം കുറവായിരിക്കും, ലെസ്. അർബൺ ഏരിയയിൽ എന്തേക്കാരം കൂടുതലായിരിക്കും, മോർ, അല്ലെങ്കിൽ ഹൈ എന്ന് എഴുതിയാൽ മതി. പിന്നെ പോപ്പുലേഷൻ ഇത് ജനസംഖ്യ. ഇനി ജനസാന്ദ്രതക്ക് എന്താ പറയുക, ഡെൻസിറ്റി. ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾ തിങ്ങി താമസിക്കുന്നതിൻ്റെ അളവ്. ഗ്രാമങ്ങളിലെ ആൾക്കാർ ഇങ്ങനെ തിങ്ങി താമസിക്കൊന്നുമില്ല, അപ്പോൾ ലെസ്സാണ്. ആൾക്കാർ തിങ്ങി താമസിക്കുന്നത് കുറവായിരിക്കും, പക്ഷേ ഗ്രാമങ്ങളിൽ സ്ഥലം കുറവായിരിക്കും, അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, തിങ്ങി താമസിക്കും. അപ്പോൾ ഹൈ ആണ്, നഗരത്തിൽ ഹൈ ആണ്. പിന്നെ കമ്മ്യൂണിറ്റി ബോണ്ട് പറഞ്ഞാൽ ബന്ധം. ഇപ്പോൾ ഗ്രാമത്തിലെ ആൾക്കാർ തമ്മിൽ ഭയങ്കര ബന്ധം ഉണ്ടായിരിക്കും അല്ലേ, അടുത്ത ആളുകൾ തമ്മിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, അടുത്ത ബന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രാമത്തിൽ ബന്ധം ഹൈ ആയിരിക്കും. ഓക്കെ. പക്ഷെ നഗരത്തിൽ നോക്കുകയാണെങ്കിൽ ലോ ആയിരിക്കും, ഗ്രന്ഥത്തിൽ ആളുകൾ തമ്മിലുള്ള ബന്ധം കുറവായിരിക്കും. ഇനി കൾച്ചർ നോക്കാം. ഗ്രാമത്തിൽ കൾച്ചർ എന്തുണ്ടാവും, ഹോമോജീനിയസ് കൾച്ചർ ആയിരിക്കും. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കൾച്ചർ ആയിരിക്കും ഉണ്ടാവുക ഗ്രാമത്തിൽ. ആ കൾച്ചർ മാത്രമേ ആ ഗ്രാമത്തിൽ ഉണ്ടാവുള്ളൂ, വ്യത്യസ്ത കൾച്ചറൊന്നും ഉണ്ടായിരിക്കില്ല. അവരുടെ ഭക്ഷണം, വസ്ത്രം, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ ഒക്കെ ഈ ഹോമോജീനിയസ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ നഗരത്തിൽ ഹെട്രോജീനിയസ് കൾച്ചറാണ് ഉണ്ടാവുക. ഹെട്രോജീനിയസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സംസ്കാരം അവിടെ ഉണ്ടാവും, നഗരങ്ങളിലുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ആദിവാസികൾ നഗരങ്ങളിലുണ്ടാവും, നഗരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആൾക്കാരൊക്കെ നഗരത്തിലുണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ സംസ്കാരം വ്യത്യസ്തമായിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് സ്റ്റൈൽ നോക്കാം. ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലായിരിക്കും. അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്ര രീതികൾ ഒക്കെ ട്രഡീഷണൽ ആയിരിക്കും. നഗരത്തിലാണെങ്കിൽ ഡൈവേഴ്സ് ആയിരിക്കും, വൈവിധ്യമായ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, മോഡേൺ ലൈഫ് സ്റ്റൈലായിരിക്കും. എല്ലാ സാങ്കേതിക വിദ്യകളും ടെക്നോളജികളും എല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവിടെ നഗരത്തിലുണ്ടായിരിക്കുന്ന ആളുകളുടെ പ്രത്യേകത. അപ്പം ഇതാണെന്ത്, നഗരവും ഗ്രാമവും നമുക്ക് വേർതിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വേർതിരിക്കാം. പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാം, ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാം, ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാം. ബോണ്ട് പറഞ്ഞാൽ ബന്ധം. കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാം, ലൈഫ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വേർതിരിക്കാം. പിന്നെ ഈ ഗ്രാമത്തിലും നഗരത്തിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആർക്കൊക്കെയാണ്, ഇവർക്കൊക്കെ എന്താവും, പ്രത്യേകം പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ സോഷ്യൽ ഇഷ്യൂസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊക്കെ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഇത് നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഉള്ളത്. അഥവാ 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ മാത്രം അത്ര വിശദമായിട്ട് എഴുതിയാൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫ്രം ദ സെൻസസ് പെർസ്പെക്റ്റീവ്, വാട്ട് ആർ ദ മെയിൻ ക്രൈറ്റീരിയ യൂസ്ഡ് ടു ക്ലാസിഫൈ ആസ് അർബൺ? സെൻസസ് പേഴ്സ്പെക്റ്റീവിൽ ഒരു ഏരിയ അർബൺ ഏരിയ ആവണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അത് എക്സാമിന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മാനദണ്ഡമാണെന്ത്, 5000-ലധികം ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ. രണ്ടാമത്തെ മാനദണ്ഡമാണെന്ത്, ജനസാന്ദ്രത 400 പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരിക്കണം. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 400-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കണം. ഓക്കെ. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, നോൺ അഗ്രികൾച്ചറൽ ഏരിയയിൽ 75% ആൾക്കാരും കൃഷിയല്ലാത്ത ജോലി ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ മാനദണ്ഡം. ഇങ്ങനെ 3 മാനദണ്ഡമാണ് ഉള്ളത്. അതിന് പുറമെ നമുക്ക് പറയാവുന്ന പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണെന്ത്, ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ നിലവിലുള്ളത് എന്താണ്, ഒരു മുനിസിപ്പാലിറ്റിയോ, ഇപ്പോൾ അർബൺ അല്ല നമ്മൾ പറയണത്, അർബൺ ഏരിയ ആണെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, മുനിസിപ്പാലിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയിരിക്കണം.
ഇപ്പോൾ മുനിസിപ്പാലിറ്റി മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ്, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയാണ് തോന്നുന്നു. പിന്നെ അതുപോലെ കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനാണ്. ഇതൊക്കെ മുനിസിപ്പാലിറ്റീൻ്റെ കോർപ്പറേഷൻ്റെ കീഴിലൊക്കെ ആയിരിക്കണം. ഇതാണ് 3 സവിശേഷത. അപ്പോൾ ഒരു നഗരം അർബൺ സിറ്റി ആവണമെങ്കിൽ അതിന് 4 സവിശേഷതകൾ ഉണ്ടായിരിക്കണം. ഒന്ന് 5000 ആൾക്കാരിൽ കൂടുതൽ ഉണ്ടാവണം. 400 ജനങ്ങൾ പെർ സ്ക്വയർ കിലോമീറ്റർ, ഒരു സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ 400-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കണം. 75%-ലധികം ആൾക്കാർ വേറെ കൃഷിയല്ലാത്ത ജോലി ചെയ്യണം. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലോ കോർപ്പറേഷൻ്റെ കീഴിലോ ആയിരിക്കണം. ഇതാണ് ഇതിൻ്റെ സവിശേഷത. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അംശം, ദേശം, ഇത് രണ്ടും എന്താണ്? ഡിഫൈൻ അംശം ആൻഡ് ദേശം ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ഇൻ റീജിയൻ ഇൻ കേരള. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ അംശം എന്താണെന്ന് നോക്കാം. അംശം എന്നൊക്കെ പറയാറുണ്ട്. അംശം എന്നാണ് സാധാരണ നമ്മൾ പ്രയോഗിക്കുക. ഇത് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണെന്ത് അംശം എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ നമ്മൾ അംശം എന്നൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മൾ ആധാരമൊക്കെ എഴുതുന്ന സമയത്ത് ഇന്ന അംശം ഇന്ന ദേശത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ആധാരമൊക്കെ പണ്ട് എഴുതാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ചിലപ്പോൾ എഴുതാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പഴയ കാലത്ത് ആധാരമൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാലൊക്കെ ഉണ്ടാവും. അത് പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് അംശം എന്ന് പറഞ്ഞ മെത്തേഡ്. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആണ്. ഭരണത്തിന് സൗകര്യാർത്ഥവും അതുപോലെ തന്നെ റവന്യൂ നികുതി പിരിക്കുന്ന സൗകര്യാർത്ഥവും രൂപീകരിച്ചൊരു സാധനമാണിത് അംശം എന്ന് പറഞ്ഞ സാധനം. പഴയ കാലത്ത് ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലം വന്നപ്പോഴും ഈ സാധനം, ഈ അംശം എന്ന് പറഞ്ഞ പേര് യൂസ് ചെയ്തിരുന്നു. ഈ അംശത്തിന് എന്താണ് ഒരു ഹെഡ് ഉണ്ടാവും. അംശം ഭരിക്കാൻ വേണ്ടി ഒരു ആളുണ്ടാവും. അയാളുടെ പേരാണിത് വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ പേരുണ്ടാവും. അല്ലെങ്കിൽ അംശാധികാരി എന്നും പറയാറുണ്ട്. വില്ലേജ് ഓഫീസർ പണ്ടുള്ളതാണ്. ഇപ്പോഴും വില്ലേജ് ഓഫീസർ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തല്ല, പണ്ടാണ് ഈ അംശം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സംഭവമാണ്. പിന്നെ അടുത്താണ് ദേശം. ദേശം എന്നും പറയും, ദേശം എന്നും പറയും. എക്സാമിന് നമ്മളെ ബുക്കിൽ ദേശം എന്നാണ് എഴുതിയിട്ടുള്ളത്. ദേശം എന്ന് പറഞ്ഞ വാക്കാണ് സാധാരണ യൂസ് ചെയ്യാറ്. ദേശം എന്ന് പറഞ്ഞാൽ അംശത്തിൻ്റെ ഒരു സബ് ഡിവിഷനാണ്. ഇതൊരു അംശമാണെന്ന് കരുതാം. ഈ അംശത്തിൻ്റെ ഒരു സബ് ഡിവിഷനാണിത്. ഈ അംശം പല ഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നുണ്ടാവും. ഇതിനാണിത് ദേശം എന്ന് പറയാം. കുറേ ദേശങ്ങൾ കൂടിയാണ് ഒരു അംശം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഉള്ളിലുള്ളൊക്കെ ദേശങ്ങളാണ്. ഇതൊരു അംശമാണ് നോക്കുക. അപ്പോൾ അംശം എന്താണ്? ദേശം എന്ന് പറഞ്ഞാൽ അംശത്തിൻ്റെ സബ് ഡിവിഷനാണ്. ഇത് പഴയ കാലത്ത് എന്ത് ചെയ്യുന്നു? പഴയ കാലത്ത് നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഭരണ സൗകര്യാർത്ഥമൊക്കെ ചെയ്തിരുന്ന ഒരു സംവിധാനം തന്നെയാണ് എന്ത് ദേശം എന്ന് പറഞ്ഞാലും. അപ്പോൾ ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എന്താ ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. അംശത്തെ അപേക്ഷിച്ച് ചെറിയ യൂണിറ്റുകളാണ്. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമുക്ക് ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ് നോക്കാം. അടുത്ത ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ് ബ്രീഫ്ലി കോൺട്രാക്ട്സ് ദ റോൾ ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി ഇൻ ടിപ്പിക്കൽ റൂറൽ ആൻഡ് അർബൺ സെറ്റിങ്സ്. ഒരു സാധാരണ ടിപ്പിക്കൽ റൂറൽ അർബൺ സെറ്റിങ്സിൽ ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ടെക്നോളജി ഗ്രാമത്തെ എങ്ങനെ ബാധിക്കുന്നു, ടെക്നോളജി നഗരത്തെ എങ്ങനെ ബാധിക്കുന്നു. ഇത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾ ധാരണ വെച്ച് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടെക്നോളജി എന്ത് ചെയ്യും? ഇപ്പോൾ ഗ്രാമീണ മേഖല, ഇപ്പോൾ റൂറൽ ഏരിയ, അർബൺ, ഗ്രാമീണ മേഖലയിൽ അഗ്രികൾച്ചറിനാണല്ലേ ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ കൃഷിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. ഇറിഗേഷൻ, വെള്ളം കൃത്യമായിട്ട് എത്തിക്കുക, ട്രാക്ടർ, പമ്പ് സെറ്റ്. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇത് ഉപയോഗിക്കും. അതുപോലെ മാർക്കറ്റ്, ഈസി മാർക്കറ്റ് ആക്സസ്, എഡ്യൂക്കേഷൻ, അതുപോലെ ബാങ്കിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ്, ഇതൊക്കെ എന്തിനു സഹായിക്കും? ഗ്രാമീണ മേഖലയിൽ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഈ മേഖലയിലൊക്കെ വികസനം ഉണ്ടായിരിക്കും. നഗരത്തിൽ
വികസനം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, സർവീസ് സെക്ടറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, സർവീസസ്, മെഷീനറി, ഓട്ടോമേഷൻ, പിന്നെ സ്മാർട്ട് സിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആണ്. പിന്നെ ഗ്രാമത്തിൽ ഈ ടെക്നോളജിയിലുണ്ടെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും കൃത്യമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും. വൈദ്യുതി ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറായ റോഡ്, റെയിൽവേ, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ടെക്നോളജി പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്താൻ ആർക്ക് കഴിയില്ല, ഗ്രാമങ്ങൾക്ക് കഴിയണമെന്നില്ല. പക്ഷേ നഗരങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മാക്സിമം ഉപയോഗപ്പെടുത്താനും ആർക്ക് കഴിയും, നഗരങ്ങൾക്ക് കഴിയും എന്ന് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അടുത്ത സെക്ഷൻ ബിയിൽ നമുക്ക് ഡിസ്കസ് ദ റൂറൽ അർബൻ ഡിവൈഡ് ഫ്രം സോഷ്യോ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ബിയോണ്ട് ഒഫീഷ്യൽ സെൻസസ് ഡെഫിനിഷൻ. അതായത് ക്വസ്റ്റ്യൻ എത്രയാണ്, റൂറൽ അർബൻ ഡിവൈഡ് സോഷ്യോ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ വ്യൂ ജനറലി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പൊളിറ്റിക്കൽ വ്യൂസ്, ഇതിൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും, നമുക്ക് നമ്മളെ ഭാഗത്തു നിന്നൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഒരു പൊളിറ്റിക്കൽ വ്യൂ നോക്കുകയാണെങ്കിൽ ഗ്രാമം, വില്ലേജ്, റൂറൽ ഏരിയ, അർബൺ ഏരിയ. ഗ്രാമത്തിൽ അർബൺ ഏരിയയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ലിബറൽ, പ്രോഗ്രസീവ്, ഓപ്പൺ ആയിട്ടുള്ള ചേഞ്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നഗരമായിരിക്കും ഇവിടെ, പ്രദേശമായിരിക്കും ഇവിടെ അർബൺ ഏരിയയിൽ ഉണ്ടാവാം. അവിടെ ലിബറൽ പെർസ്പെക്റ്റീവാണ് ഉണ്ടാവുക, വികസനത്തിന് പ്രാധാന്യം കൊടുക്കും, അതുപോലെ തന്നെ ചേഞ്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഉണ്ടാവുക, നഗരത്തിലുണ്ടായിരിക്കാം. വില്ലേജിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ കൺസർവേറ്റീവ് വിഭാഗമായിരിക്കും, ഒരു ചേഞ്ചസിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂല. അതുപോലെ റിലീജിയന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കും, ട്രഡീഷണൽ വാല്യൂസിന് പ്രാധാന്യം ഉണ്ടായിരിക്കും, അതുപോലെ റിലേഷൻഷിപ്പിന് വളരെ പ്രാധാന്യം ഉണ്ടായിരിക്കും. പിന്നെ അതൊക്കെയാണ് എന്ത് ഗ്രാമത്തിലെ പ്രത്യേകതകൾ. പിന്നെ മറ്റൊരു മേഖല നമുക്ക് നോക്കുകയാണെങ്കിൽ റിസോഴ്സ് അലോക്കേഷൻ്റെ ബേസ് നോക്കുകയാണ്. റിസോഴ്സ് അലോക്കേഷൻ അപ്പോൾ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയണത്. ഇപ്പോൾ ഒരു ഗ്രാമം, വില്ലേജ്, അർബൺ, റൂറൽ, അർബൺ ഏരിയ. വില്ലേജസിൽ റിസോഴ്സ് അലോക്കേഷൻ കുറവായിരിക്കും, കാരണം അവിടെ ജനസംഖ്യ കുറവായിരിക്കും. അതുകൊണ്ട് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലോക്കേഷൻ വളരെ കുറവായിരിക്കും, ഗവൺമെൻറ് അറ്റൻഷൻ കുറവായിരിക്കും. എന്നാൽ അർബൺ ഏരിയയിൽ വ്യവസായങ്ങളുണ്ടാവും, സേവനങ്ങളുണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അറ്റൻഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് റിസോഴ്സ് അലോക്കേഷൻ കൂടുതൽ നഗരങ്ങളിലാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ നോക്കാം. ജനപ്രതിനിധികൾ ഇപ്പോൾ നഗരത്തിൽ ഇപ്പം നമുക്ക് നോക്കാം ജനസംഖ്യ കൂടുതലായിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ജനപ്രതിനിധികൾ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ മീഡിയാസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പറയുകയാണ് എന്താണ് മീഡിയാസ്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അർബൺ ഏരിയയിൽ റെപ്രസെൻറ്റേഷനും അറ്റൻഷനും ഉണ്ടായിരിക്കും. പക്ഷേ റൂറൽ ഏരിയയിൽ ജനസംഖ്യ കുറവായിരിക്കും, അതുകൊണ്ട് ആളുകളുടെ അറ്റൻഷൻ വളരെയധികം കുറവായിരിക്കും, മീഡിയ കവറേജ് കുറവായിരിക്കും. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഗ്രാമത്തിൽ മീഡിയ അറ്റൻഷൻ കുറവായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രാമമേഖലകളെ അപേക്ഷിച്ചുകൊണ്ട് നഗരമേഖലകളിൽ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും വികസനം കൂടുതലായിരിക്കും. ഗ്രാമീണ മേഖലയിൽ സാമൂഹികമായിട്ട് നോക്കുകയാണെങ്കിൽ പരമ്പരാഗതമായി വികസനം താല്പര്യമില്ലാത്ത കൺസർവേറ്റീവ് ആയ ആൾക്കാരാണ് ഉണ്ടാവുക. നഗരങ്ങളിൽ വികസനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, മാറ്റത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കുക. അതുപോലെ രാഷ്ട്രീയപരമായിട്ടും എല്ലാത്തിലും വികസനത്തിനും എല്ലാത്തിനും ഗ്രാമങ്ങളെക്കാൾ നഗരത്തിന് ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ, റൂറൽ സൊസൈറ്റിയും അർബൺ സൊസൈറ്റി ആൻഡ് ഫീച്ചേഴ്സും. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഇൻഫ്ലുവൻസ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് റിലീജിയൻ ആൻഡ് കാസ്റ്റ് ഇൻ റൂറൽ വേഴ്സസ് അർബൺ സൊസൈറ്റി. കാസ്റ്റിൻ്റെയും റിലീജിയൻ്റെയും ഇൻഫ്ലുവൻസ് ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
നഗരത്തിലും ഗ്രാമത്തിലും കാസ്റ്റിൻ്റെയും റിലീജിയൻ്റെയും ഇൻഫ്ലുവൻസ്. അത് നിങ്ങളെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ലാസ്റ്റ് യൂണിറ്റിൽ ഈ ടോപ്പിക്കൊക്കെ വരുന്നുണ്ട്. കാസ്റ്റ് ഇൻഫ്ലുവൻസ്. റൂറൽ ഏരിയയിൽ കാസ്റ്റിന് വളരെയധികം സ്വാധീനം ഉണ്ടായിരിക്കും. വിസിബിളാണ്, റിജിഡാണ്, കാസ്റ്റിന് ഫുൾ നിയന്ത്രണം ഉണ്ടായിരിക്കും. എന്നാൽ നഗരങ്ങളിൽ നോക്കുകയാണെങ്കിൽ കാസ്റ്റിന് ഇൻഫ്ലുവൻസ് കുറവായിരിക്കും, ഡിസ്ക്രിമിനേഷൻ കുറവായിരിക്കും, സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതേപോലെ റിലീജിയൻ്റെ ഇൻഫ്ലുവൻസ് ഗ്രാമങ്ങളിൽ കൂടുതലായിരിക്കും. ആളുകളുടെ ഡെയിലി ലൈഫിൽ, കമ്മ്യൂണിറ്റി, ഫെസ്റ്റിവലിൽ ഇതൊക്കെ റിലീജിയൻ്റെ പ്രാധാന്യം ഉണ്ടായിരിക്കും. എന്നാൽ നഗരത്തിൽ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കും, റിലീജിയൻ പ്രൈവറ്റ് മാറ്റർ ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഗരത്തിലുണ്ടായിരിക്കും. ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മൊബിലിറ്റി. ഇപ്പോൾ കാസ്റ്റിലും റിലീജിയനിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ ഗ്രാമങ്ങളിൽ സാധ്യത വളരെ കുറവാണ്. അതുപോലെ കാഴ്ചപ്പാടിലും വീക്ഷണങ്ങളൊക്കെ മാറ്റം വരാൻ സാധ്യത കുറവാണ്. എന്നാൽ നഗരങ്ങളിൽ സോഷ്യൽ മൊബിലിറ്റി കൂടുതലാണ്. എഡ്യൂക്കേഷൻ, ജോബ്, സ്കില്ല്, ഇങ്ങനെയുള്ള കാരണങ്ങളാലൊക്കെ സോഷ്യൽ മൊബിലിറ്റി കൂടുതലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് തന്നെ എഴുതാൻ പറ്റിയ കുറേ ആൻസേഴ്സാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എലാബറേറ്റ് ദ കീ ഡിഫറൻസ് ഇൻ ദ എക്കണോമി ആൻഡ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൺ ഏരിയ. റൂറൽ ഏരിയയിലെയും അർബൺ ഏരിയയിലെയും ഒക്യുപ്പേഷണൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചറാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഗ്രാമീണ മേഖലയിൽ എക്കണോമി, റൂറൽ, അർബൺ. റൂറൽ എക്കണോമി എന്താണ്? അഗ്രികൾച്ചറൽ എക്കണോമിയാണ്. അത് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റിയതാണ്. അർബൺ ഏരിയയിൽ ഇൻഡസ്ട്രിയൽ എക്കണോമിയാണ്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരാം? റൂറൽ എക്കണോമിയിൽ വരാം. അർബൺ എക്കണോമിയിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട എക്കണോമിയാണ് വരിക. പിന്നെ സർവീസ് സെക്ടർ അതിൽ വരും. ഇനി നമുക്ക് അടുത്തതാണ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ. ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഫാമിലി സ്ട്രക്ചർ. ഫാമിലി, നമ്മൾ താമസം, ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട. റൂറൽ ലൈഫിൽ ജോയിൻറ്റ് ഫാമിലിക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ടൻസ് കൊടുക്കാം. ആളുകൾ ജനറലി ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും, പക്ഷേ അണുകുടുംബം ഉണ്ടായിരിക്കും, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും, ആളുകൾ ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുകയും ചെയ്യാം. പാട്രിയാർക്കിക്കൽ സിസ്റ്റം ആയിരിക്കും കൂടുതലുണ്ടാവുക, കിൻഷിപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ അർബൺ ഏരിയയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അർബൺ ഏരിയയിൽ ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ഇൻഡിവിജ്വലിസത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ തൊഴിൽ നോക്കുകയാണെങ്കിലും അർബൺ ഏരിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ ജോലിക്ക് കൂടുതൽ ആൾക്കാർ ടെക്നോളജികളുടെ ഉപയോഗം കുറവായിരിക്കും. ഇപ്പോൾ സ്വന്തം ഫിസിക്കലി ആക്ടിവിറ്റീസിലൂടെ ചെയ്യുന്ന ജോലികളായിരിക്കും അവിടെ ഉണ്ടാവുക. ഗ്രാമത്തിൽ കൂടുതലുണ്ടാവുമായിരിക്കും കൃഷി, മത്സ്യം ബന്ധനം, ഇങ്ങനെയുള്ളതൊക്കെ മനുഷ്യൻ സ്വയം ചെയ്യുന്ന ജോലികളായിരിക്കും. എന്നാൽ അർബൺ ഏരിയയിൽ സ്കിൽഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ. ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ഹൗ ദ പ്രസൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റെസിഡൻഷ്യൽ ഏരിയാസ് ഹാസ് ഇവോൾവ്ഡ് ഫ്രം ഹിസ്റ്റോറിക്കൽ ഡിവിഷൻ ഓഫ് താലൂക്ക് സിസ്റ്റം. താലൂക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ക്വസ്റ്റ്യനാണ് ഇതിൽ ചോദിക്കുന്നത്. താലൂക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? താലൂക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ് താലൂക്ക് സിസ്റ്റം. ഇന്നും യൂസ് ചെയ്യാറുണ്ട്. താലൂക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞ പേരിൽ ഇന്നും പഞ്ചായത്ത് രാജിലൊക്കെ പറയുന്നുണ്ട്. താലൂക്ക് എന്ന് പറഞ്ഞാൽ എമർജ് ചെയ്തത് ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പാണ്. പ്രീ കൊളോണിയൽ കാലഘട്ടത്തിൽ, രാജഭരണ കാലഘട്ടത്തിലാണ് ഏകദേശം നമ്മളെ ഈ മുഗൾ കാലഘട്ടത്തിലൊക്കെ ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണിത് താലൂക്ക് സിസ്റ്റം. ഈ താലൂക്ക് സിസ്റ്റം അല്ലെങ്കിൽ തഹസിൽ എന്നും പറയും. തഹസിൽ ഇന്ന് തഹസിൽദാർ എന്നൊക്കെ പറയുന്ന പോലെ അന്ന് താലൂക്ക് സിസ്റ്റം പഴയ കാലത്തുണ്ടായിരുന്ന താലൂക്ക് സിസ്റ്റമാണ്. ഇത് മെയിനായിട്ട് ടാക്സ് കളക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ടാക്സ് കളക്ഷന് വേണ്ടിയിട്ട് രാജാക്കന്മാരും പിന്നെ അതിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റൊക്കെ കൃത്യമായിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട ടാക്സ് റെക്കോർഡുകൾ ഇതൊക്കെ ഈ താലൂക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂക്ഷിച്ചിരുന്നത് പഴയ കാലഘട്ടത്തിൽ. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് ചെയ്തു? ഈ താലൂക്ക് എന്നത് എന്ത് ചെയ്തു? ഇതിൻ്റെ താലൂക്കിൻ്റെ താഴെ ഒരു ലെയറും കൂടെ ആഡ് ചെയ്തു. അതായത് ഡെവലപ്മെൻ്റൽ ബ്ലോക്ക് എന്ന് പറഞ്ഞ പേരിൽ ഒരു പുതിയ സംവിധാനം കൂടി ആഡ് ചെയ്യുകയും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞ പേരിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട്
ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ റൂറൽ ഡെവലപ്മെൻ്റൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം, ഈ താലൂക്ക് ഡിവിഷൻ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും നമ്മളെ പഞ്ചായത്തി രാജ് സിസ്റ്റം നിലവിൽ വന്നത് 1991-92 കാലഘട്ടത്തിലാണ്. ഇത് 73-74 അമെൻമെൻറ്റ് ഭേദഗതി പ്രകാരം കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണിത്, പഞ്ചായത്തി രാജ് സിസ്റ്റം. ഈ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാമങ്ങളെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ 3 സ്റ്റേജുകളാക്കി മാറ്റി. ഇപ്പോൾ ഗ്രാമങ്ങളെ റൂറൽ ഏരിയ, ഒന്ന് ഡിസ്ട്രിക്ട് ലെവൽ, പ്രദേശങ്ങളെ 3ആയിട്ട് പ്രദേശങ്ങളെ 3ആയിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത്, ഇത് റൂറൽ പറഞ്ഞ കറക്റ്റ് വെട്ടി ശരിയാണ്. രണ്ടാമത്തെ എന്താണ്, ബ്ലോക്ക് പഞ്ചായത്ത്. മൂന്നാമത്തെ വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും. അപ്പോൾ റൂറൽ ഏരിയയെ ഈ 73-74 അമെൻമെൻറ്റ് പ്രകാരം പഞ്ചായത്തി രാജ് സിസ്റ്റം പ്രകാരം 3ആയിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരിക്കും, ബ്ലോക്ക് ലെവലിൽ പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരിക്കും. അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിൽ രണ്ടാമത്തെ ബ്ലോക്ക് പഞ്ചായത്തിന് എന്ത് പറയും, താലൂക്ക് ലെവൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ താലൂക്ക് ലെവൽ മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു ടേമാണ്, പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം അത് യൂസ് ചെയ്തിരുന്നു. പിന്നെ 73-74 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് സിസ്റ്റം കൊണ്ടുവന്ന സമയത്ത് അതിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ താലൂക്ക് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ്. ഇനി നമുക്ക് സെഷൻ സി എസ് എ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. എസ് എ ക്വസ്റ്റ്യൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഷോർട്ടാക്കിയിട്ടേ പറഞ്ഞുള്ളൂ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റീസ് ഫോക്കസിങ് ഓൺ ഡിഫറൻസ് ഇൻ ഫാമിലി, എക്കണോമി, കാസ്റ്റ്, ലെഷർ. ഇതിൽ ഫാമിലി സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫാമിലി സ്ട്രക്ചർ നേരത്തെ പറഞ്ഞു. ഫാമിലി നമ്മൾ വിശദീകരിക്കുന്നില്ല. റൂറൽ ഫാമിലി എങ്ങനെയാണ്, ജോയിൻ്റ് ഫാമിലിയാണ്. അർബൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലിയാണ്. റൂറൽ ഫാമിലി ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാലും എല്ലാ മേഖലയിലും ജോയിൻറ്റ് ഫാമിലി ആണെന്നില്ല, ഒന്നിലധികം ഫാമിലീസ് ഉണ്ടായിരിക്കും. ചില റൂറൽ ഫാമിലിയിൽ ജോയിൻറ്റും കാണാറുണ്ട്, ന്യൂക്ലിയർ ഫാമിലിയും കാണാറുണ്ട്. അതുപോലെ ഗ്രാമത്തിൽ പ്രത്യേകം എന്താ വെച്ചാൽ ഫാമിലി ടൈസ്, ബന്ധങ്ങൾ വളരെ കൂടുതലായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അതോറിറ്റി പാട്രിയാർക്കിക്കൽ അതോറിറ്റി ആയിരിക്കും ഉണ്ടാവുക, പുരുഷനായിരിക്കും ഗ്രാമങ്ങളിൽ സാധാരണഗതിയിൽ അതോറിറ്റി ഉണ്ടായിരിക്കുക. ട്രഡീഷണൽ അതോറിറ്റിയാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഏതോ തിയറി പഠിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കൂടിയ മെയിലായ ആളേക്കാരം എന്ത് ചെയ്യുക, അവിടെ ഭരിക്കുക. ഓക്കെ, മെയിൽ ആളേക്കാരം എന്താ ഈ അധികാരം കൈയാളാം. ഇതാണ് റൂറൽ ഏരിയൻ്റെ പ്രത്യേകത. അർബൺ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയർ ഫാമിലിയാണ് ഉണ്ടാവുക. അവിടെ സോഷ്യൽ മൊബിലിറ്റി കൂടുതലായിരിക്കും. അർബൺ ഫാമിലിയിൽ സോഷ്യൽ മൊബിലിറ്റി കൂടുതലായിരിക്കും. കിൻഷിപ്പ് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ കുറവായിരിക്കും. അതേപോലെ തന്നെ ഫ്രണ്ട്സ്, കൊളീഗ്, അതോറിറ്റി ഈഗാലിറ്റേറിയൻ ആയിരിക്കും, ഷെയർഡ് അതോറിറ്റി ആയിരിക്കും. മെയിൽ ഫീമെയിൽ ഈക്വൽ അതോറിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കാം നഗരങ്ങളിൽ എന്ന് പറഞ്ഞാൽ. അത് പിന്നെ അവിടെ എഡ്യൂക്കേഷന്, ജോബ്, ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം ഉണ്ടായിരിക്കും. ഇനി എക്കണോമി നോക്കുകയാണ്, എക്കണോമി ആൻഡ് ഓക്യുപ്പേഷൻ. എക്കണോമി എന്ന് പറഞ്ഞാൽ സമ്പത്ത് വ്യവസ്ഥ. അർബൻ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്, റൂറൽ എക്കണോമി നമ്മൾ നേരത്തെ പറഞ്ഞു. റൂറൽ എക്കണോമി പ്രൈമറി സെക്ടറാണ്. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, ഫാമിങ്, അതേപോലെ ഫോറസ്റ്റ് കൃഷിയുമായി, കാടുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. ഇങ്ങനെയുള്ള മേഖലയിലൊക്കെയാണ്. അർബൺ ഏരിയയിൽ മെയിനായിട്ട് എന്താ ഉണ്ടാവുക, ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ, ഈ മേഖല വ്യവസായ മേഖലയിലും സേവന മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടാവുക. ഈ നഗരങ്ങളിൽ കൂടുതലുണ്ടായിരിക്കാം. അവിടുത്തെ പ്രത്യേകത സ്പെഷ്യലൈസ്ഡ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും. കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടായിരിക്കും നഗരങ്ങളിൽ എന്ന് പറഞ്ഞാൽ.
ഗ്രാമങ്ങളിൽ ഗ്ലോബൽ മാർക്കറ്റൊന്നും ഉണ്ടായിരിക്കില്ല, അവിടെയുള്ള ആൾക്കാർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുള്ളൂ. ഇനി കാസ്റ്റ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമങ്ങളിലും റൂറൽ ഏരിയയിൽ കാസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. കാസ്റ്റ് ആയിരിക്കും ഭയങ്കര ഇമ്പോർട്ടൻസ്. അവിടെ എല്ലാ മേഖലയിലും കാസ്റ്റിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരിക്കും. അവിടെ എന്താണ് പവർ കാസ്റ്റിൻ്റെ ബേസിലായിരിക്കും. ജോബ് കാസ്റ്റ് ബേസ്ഡ് ജോബാണ് ഉണ്ടായിരിക്കുക. അതുപോലെ എന്താണ് സമ്പത്ത്, എക്കണോമി കാസ്റ്റിൻ്റെ ബേസിലായിരിക്കും. റിലേഷൻഷിപ്പ് കാസ്റ്റിൻ്റെ ബേസിലായിരിക്കും. നിയമങ്ങൾ, സോഷ്യൽ നോംസൊക്കെ കാസ്റ്റിൻ്റെ ബേസിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ അർബൺ ഏരിയ നോക്കുകയാണെങ്കിൽ അർബൺ ഏരിയയിൽ കാസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കുറവായിരിക്കും. കാസ്റ്റ് അർബൺ ഏരിയ കാസ്റ്റ് വളരെ കുറവായിരിക്കും. ട്രഡീഷന് പ്രാധാന്യം കുറവായിരിക്കും. അതുപോലെ ഇവിടെ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുക. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ തട്ടായിട്ട് ക്രമീകരിക്കുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? ക്ലാസിൻ്റെ ബേസിലായിരിക്കും. ക്ലാസ് പറഞ്ഞാൽ അപ്പർ ക്ലാസ്, പൈസ ഉള്ള ആളാണെങ്കിൽ മുകളിലുള്ള വരും, പൈസ കുറഞ്ഞ ആൾ താഴേക്കാരും വരിക. എന്നാൽ ഗ്രാമത്തിൽ അങ്ങനെയല്ല. ഗ്രാമത്തിൽ കാസ്റ്റ് ബേസിലേക്കാരം. ഏറ്റവും ഉയർന്ന കാസ്റ്റുള്ള മുകളിൽ വരും, താഴ്ന്ന കാസ്റ്റ് താഴെ വരും. ഇങ്ങനെയാണ് റൂറൽ സോഷ്യൽ സ്ട്രക്ചർ. എന്നാൽ അർബൺ സോഷ്യൽ സ്ട്രക്ചർ ക്ലാസിൻ്റെ ബേസിലായിരിക്കും. ക്ലാസ് ഉയർന്ന പൈസ ഉള്ള ആൾക്കാർ മുകളിൽ, പൈസ കുറഞ്ഞ ആൾക്കാർ താഴെയും വരും. പിന്നെ ലെഷർ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിനാണ് ലെഷർ എന്ന് പറയാം. ലെഷർ എൻ്റർടൈൻമെൻറ്റ് റൂറൽ ഏരിയയിൽ എൻ്റർടൈൻമെൻറ്റ് എന്തൊക്കെയാണ്? ട്രഡീഷണലും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിക്കാരം. ആളുകൾ ഒരുമിച്ച് കൂടുക, അങ്ങനെ ആഘോഷങ്ങൾ, റിലീജിയസ് ഫെസ്റ്റിവൽസ് ഉണ്ടായിരിക്കും. അതുപോലെ ലോക്കൽ ഫെയറുകൾ ഉണ്ടായിരിക്കും. ഇൻഫോർമൽ ഗ്യാതറിങ്സ് ഉണ്ടാവും. ഇങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് ലോക്കൽ കൃത്രിമമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പരിപാടികളായിരിക്കും ഉണ്ടാവുക. കൃത്രിമമായിട്ടുള്ള ഗ്രാമീണ ഭംഗി ആസ്വദിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിലുണ്ടായിരിക്കാം. അവിടെ വയലുകൾ, പാടങ്ങൾ, പുഴകൾ, ഇതിനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഗ്രാമത്തിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാം. എന്നാൽ നഗരത്തിൽ കൊമേഴ്ഷ്യലായിരിക്കും എൻ്റർടൈൻമെൻറ്റ്. നഗരത്തിൽ അർബൺ എൻ്റർടൈൻമെൻറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എൻ്റർടൈൻമെൻറ്റിനെ ഉപയോഗിക്കും. ഇപ്പോൾ തിയേറ്ററുകൾ, മാളുകൾ, ജിംനേഷ്യം, മൂവീസ്, റെസ്റ്റോറൻറ്റ്, ഇതൊക്കെ പേയ്മെൻറ്റ് പൈസ കൊടുത്തിട്ട് എൻ്റർടൈൻ ചെയ്യാവുന്ന സ്ഥലങ്ങളാണ്. അതേപോലെ കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള പാർക്കുകൾ, ബീച്ചുകൾ, ഇതൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കിയ കുറേ സാധനങ്ങൾ നഗരത്തിൽ കാണാൻ പറ്റും. പിന്നെ ആളുകൾ ക്ലോസ് റിലേഷൻഷിപ്പ് കുറവായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അർബൺ ഏരിയയിൽ ഉണ്ടായിരിക്കും. സോഷ്യൽ ലൈഫിൽ റിലേഷൻഷിപ്പ് കുറവായിരിക്കും. ഇതൊക്കെ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഇനി ഈ പാഠത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈസ് ദ റൂറൽ അർബൺ ഡിവൈഡ് സ്റ്റിൽ റെലവൻറ്റ് കൺസെപ്റ്റ് ഇൻ സോഷ്യോളജി ടുഡേ? The both census and socio-political perspective support for your argument. നമ്മൾ ഈ റൂറൽ അർബൺ ഡിവൈഡ് ഇന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ സെൻസസ് പേഴ്സ്പെക്റ്റീവിൻ്റെ ബേസിലും സോഷ്യോ പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവിൻ്റെ ബേസിലും എഴുതുക എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. സെൻസസ് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ പറഞ്ഞതാണ് 5000 ആൾക്കാരോ അതിൽ കൂടുതലുണ്ടെങ്കിൽ ഗ്രാമങ്ങളായിരിക്കും. 400 സ്ക്വയർ കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററിനുള്ള ഡെൻസിറ്റി, 400 ഡെൻസിറ്റി കൂടുതലുണ്ടെങ്കിൽ അത് നഗരമായിരിക്കും. 75% കൂടുതൽ ആൾക്കാരാണെങ്കിൽ അത് നഗരമായിരിക്കും. അവിടെ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ കോർപ്പറേഷൻ, ഇതിൻ്റെയൊക്കെ കീഴിലാണെങ്കിൽ നഗരമായിരിക്കും നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഗ്രാമങ്ങളിൽ കൃഷിക്ക് ഇക്കാരം പ്രാധാന്യം ഉണ്ടാവുക, ജനസംഖ്യ കുറവായിരിക്കും, ജനസാന്ദ്രത കുറവായിരിക്കും, പിന്നെ വില്ലേജ് പഞ്ചായത്തായിരിക്കും ഉണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ സോഷ്യോ പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവും പറഞ്ഞു. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വിശദമായിട്ട് പോകണില്ല. ഇതാണ് യൂണിറ്റ് 1 നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ.